മൈതാനത്തെ തീ പിടിപ്പിച്ച 39 ദിവസം, കാലിടറിയ വമ്പന്മാർ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കളം വിട്ട ഇഷ്ടതാരങ്ങൾ. ഇനി അവശേഷിക്കുന്നത് 2 ടീം, അർജന്റീനയും സ്പെയിനും. അതിലാരാണ് ലോകം വാഴാൻ പോകുന്നതെന്നറിയാൻ ഇനി മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രം. ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആ മേധാവിത്വം തുടരാനാണ് ഇറങ്ങുന്നത്. തുടർച്ചയായ 2ാം ഫൈനലിൽ ഇറങ്ങുന്ന അർജന്റീന ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ടീം അറിഞ്ഞുള്ള സ്കലോണി തന്ത്രവും കളത്തിലെ മെസ്സിയുടെ മാന്ത്രിക കാലുകളും കൂർമ്മ ബുദ്ധിയുമാണ് അർജന്റീനയുടെ ആത്മവിശ്വാസം. കണക്കുകളാണ് സ്പെയിനിന്റെ മുതൽക്കൂട്ട്. ടിക്കി ടാക്ക സ്റ്റൈൽ ഗോൾ പൊസിഷൻ തന്ത്രം ആവർത്തിച്ച് പരീക്ഷിച്ചാണ് സ്പെയിൻ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. ഈ ലോകകപ്പിൽ വഴങ്ങിയത് ഒരേ ഒരു ഗോൾ മാത്രം. അവസാന 10 മിനിറ്റിൽ മത്സരം വിഴുങ്ങാൻ മെസ്സിപ്പടയെ അനുവദിക്കാത്ത തരത്തിലാകും സ്പെയിൻ കോച്ച് ലൂയിസ് ഡി ലാ ഫുവൈന്റെ നീക്കം നടത്തുക. ഇതിനുമപ്പുറം ഇതിഹാസം രചിച്ചവനും ഇതിഹാസം രചിക്കാൻ തുടങ്ങുന്നവനും തമ്മിലുള്ള മത്സരം എന്ന പ്രത്യേകതയും ഇന്നത്തെ ഫൈനലിനുണ്ട്. മെസ്സിയും ലാമിൻ യമാലും നേർക്കുനേർ വരുമ്പോൾ ഈ രാവിന്റെ മനം കവരുന്നത് ആരാകും? ആർക്കാകും കപ്പ്? വേൾഡ് കപ്പ് സ്പെഷ്യൽ പ്രൈം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ എബിൻ റോസ്, ഫുട്ബോൾ കോച്ച്, ജോസ് തോമസ്, ഫുട്ബോൾ നിരൂപകൻ, ഒപ്പം MP രാജേഷ്, മുൻ മന്ത്രി, വിവേക് ഗോപൻ, നടൻ, അങ്ങനെ നമ്മൾ പല പ്രമുഖ ഗസ്റ്റുകളെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അബിൻ വർക്കി MLA ഉൾപ്പെടെയുള്ളവർ, ഡോക്ടർ വി വേണു, മുൻ ചീഫ് സെക്രട്ടറിയെയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം അതിഥികളിൽ MP രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. MP രാജേഷ്, താങ്കൾ ഒരു അർജന്റീനൻ ആരാധകനാണ്. ഏറെക്കാലമായി എപ്പോഴും അർജന്റീനൻ ആരാധകർ താങ്കളുടെ സമൂഹ മാധ്യമമൊക്കെ ആ രീതിയിൽ പിന്തുടരുന്നവരുമാണ്. ഇടയ്ക്കൊന്ന് കളം മാറ്റുകയും ഒരു വിമർശനമൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് മനസ്സിൽ? ഇന്നെന്താണ്? കേൾക്കാമോ? MP രാജേഷ്, കേൾക്കാമോ? ശരി, നമുക്ക് MP രാജേഷിലേക്ക് എത്താം. ഇപ്പോ നമുക്കൊപ്പം ജോസ് തോമസും ഒപ്പം തന്നെ എബിൻ റോസും കൂടി ചേരുന്നുണ്ട്. ആദ്യം ശ്രീ എബിൻ റോസ്, വലിയ 2 ശക്തികളുടെ ഏറ്റുമുട്ടലാണ് ഫൈനലിൽ നടക്കാൻ പോകുന്നത്. ഇത്തവണത്തെ സെമി ഏറ്റവും മികച്ച 4 ടീമുകളുടേതായിരുന്നു. അതിൽ ഏറ്റവും മികച്ച 2 ടീമുകൾ തന്നെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. മത്സരം തീ പാറും എന്ന് ഉറപ്പാണ്. താങ്കൾ എങ്ങനെയാണ് ഈ മത്സരത്തെ നോക്കിക്കാണുന്നത്? എക്സ്ട്രാ ടൈമും കടന്ന് പോകാനൊക്കെയുള്ള സാധ്യതകളാണോ കാണുന്നത്? 2 ടീമുകളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്രീ എബിൻ റോസ്, എബിൻ റോസ് കേൾക്കാമോ? ഹലോ, എബിൻ റോസ് കേൾക്കാമോ? കേൾക്കാം. എന്റെ ചോദ്യം കേട്ടിരുന്നോ? ഇല്ല, ചോദ്യം കേട്ടില്ല. 2 തുല്യ ശക്തികൾ ഏറ്റുമുട്ടാൻ പോവുകയാണ്. എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? തീ പാറുമോ മത്സരം? തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ ഒരു മത്സരമാണ്. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മനോഹരമായ ഒരു ഫൈനൽ നമ്മൾ പ്രതീക്ഷിക്കുക. കാരണം നമുക്കറിയാം, സെമി ഫൈനലിൽ ആധിപത്യത്തോടെ ജയിച്ചു വന്ന 2 ടീമുകളാണ്. അതിനൊക്കെ തന്ത്രപരമായ സമീപനങ്ങളിലൂടെ ടീമുകളെ വിജയത്തിലെത്തിച്ച, നമുക്കറിയാം അർജന്റീനയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇംഗ്ലണ്ടിനെതിരെ മനോഹരമായ ഒരു മത്സരത്തിലൂടെ ജയിച്ചു വന്ന അർജന്റീനയും ഒപ്പം തന്നെ സ്പെയിനിന്റെ ആ ഒരു കളിമികവും കൂടെയൊക്കെ ആയപ്പോൾ തീർച്ചയായിട്ടും ഒരു ഉത്തമമായ ഫൈനൽ, ഏറ്റവും ടോപ്പ് ക്ലാസ് ഫൈനലായിരിക്കും നടക്കാൻ പോകുന്നത്. ഓക്കെ, MP രാജേഷ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. എന്നെ കേൾക്കാമോ? കേൾക്കാം. അർജന്റീനൻ ആരാധകർ എപ്പോഴും MP രാജേഷിനെ പോലെ എല്ലാ കാലത്തും അർജന്റീനൻ ആരാധകരായിരുന്നവരെ ഉറ്റുനോക്കാറുണ്ട്. പക്ഷേ ഇടയ്ക്കൊന്ന് ഒരു വിമർശനത്തിന്റെ സ്വരം ഉയർന്നിരുന്നു. ഇപ്പോൾ ടീം അതിലും മനോഹരമായ ഒരു സെമി കളിച്ച് ഫൈനലിലേക്ക് എത്തുകയാണ്. എന്താണ് പ്രതീക്ഷ? മികച്ച മത്സരമായിരിക്കും എന്നാണ് പ്രതീക്ഷ. പ്രവചനാതീതമായിരിക്കും. പ്രവചിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു മത്സരമായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഞാൻ 1986 ലോകകപ്പ് ആദ്യമായിട്ട് കണ്ടത് മുതൽ ഡിയേഗോ മാറഡോണയുടെ കാലം മുതൽ അർജന്റീനയുടെ ആരാധകനാണ്. അതിനർത്ഥം അർജന്റീന അല്ലാത്ത മറ്റൊരു ടീമിന്റെയും വിജയമോ മികവോ അംഗീകരിക്കില്ല എന്നുള്ളതല്ല. ഈ കാലത്ത് ഉടനീളം മറ്റ് ടീമുകൾ നന്നായി കളിച്ചപ്പോൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. ആരാധന അന്ധമായിട്ടുള്ള ആരാധന എന്നുമല്ല അർത്ഥം. വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പൊ ഈജിപ്തിനെതിരായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം വിവാദത്തിന്റെ ഒരു നിഴൽ വീഴ്ത്തിയിരുന്നു. ഞാൻ വിചാരിക്കുന്നത് അന്ന് ആ വിവാദങ്ങളെല്ലാം എന്തായിരുന്നാലും അത് അർജന്റീനയുടെ വിജയത്തെ ബാധിക്കുമായിരുന്നില്ല. ഒരു പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ പോലും അർജന്റീന വിജയിക്കുമായിരുന്നു. പക്ഷെ ആ വിവാദങ്ങൾ അത് ഞാൻ മാത്രം ഉയർത്തിയിട്ടുള്ള ഒരു വാദമല്ല. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ BBC-യുടെ ഫുട്ബോൾ ഇഷ്യൂസ് കറസ്പോണ്ടന്റും സമാനമായിട്ടുള്ള ഒരു വിശകലനം നടത്തിയത് പിന്നീട് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോ ഫുട്ബോൾ ലോകത്ത് രണ്ടഭിപ്രായം അക്കാര്യത്തെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞു. ഒരു നേടാൻ മാത്രം പ്രതിഭാശേഷിയുള്ള മികവുള്ള ഒരു ടീമിനെ ആധികാരികമായി തന്നെയാണ് അർജന്റീന തോൽപ്പിച്ചത്. അതും 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം അവസാനത്തെ ഒരു 10 മിനിറ്റിൽ 2 ഗോൾ നേടി ഒരു തർക്കവും അവശേഷിപ്പിക്കാത്ത തരത്തിൽ എല്ലാ വിവാദങ്ങളുടെയും നിഴൽ മായ്ച്ചു കളയുന്ന പ്രകടനം അർജന്റീന പുറത്തെടുത്തു. അതോടുകൂടി അർജന്റീന വളരെ ആധികാരികതയോടുകൂടി ഫൈനലിൽ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് സ്പെയിനും. ഇപ്പോ ഈ ലോകകപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട ഒരു ടീമാണ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ സെമി വരെയുള്ള പ്രകടനം അതിന് അടിവരയിടുന്നതുമായി ഏറ്റവും കൂടുതൽ ഗോള് അതുവരെ അടിച്ച് കൂട്ടിയ ടീം ഫ്രാൻസ് ആണ്. കിലിയൻ എംബാപ്പയെ പോലെ വേഗവും അതുപോലെ ഫിനിഷിംഗ് കൃത്യതയും ഒക്കെയുള്ള ഒരു കിടയറ്റ് സ്ട്രൈക്കർ, ലോകത്തിൽ ഇന്നത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ എന്ന് പറയാവുന്ന ഒരാൾ അണിനിരക്കുന്ന മുന്നേറ്റ നിര, അതുപോലെ ഉസ്മാൻ ഡെമ്പലെ, ഒലീസെ തുടങ്ങിയിട്ടുള്ള പ്രതിഭാസമ്പന്നരായ കളിക്കാരെല്ലാം ഉള്ള ഫ്രാൻസിനെതിരെ വളരെ ആധികാരികമായിട്ടുള്ള 2 ഗോളിന്റെ വിജയമാണ് സ്പെയിൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫ്രാൻസിനെ കളിയുടെ എല്ലാ മേഖലകളിലും സ്പെയിൻ വാരിക്കളഞ്ഞു എന്നുള്ളതാണ് വസ്തുത. എംബാപ്പെ ഉൾപ്പെടെയുള്ളവർ നിഷ്പ്രഭമായി പോകുന്ന സ്ഥിതി ഉണ്ടായി. ഫ്രാൻസിന്റെ പാസിംഗ് ലൈൻ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യാൻ സ്പെയിനിന് കഴിഞ്ഞു. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും ആധിപത്യം ഉറപ്പിക്കാനും സ്പെയിനിന് കഴിഞ്ഞു. അത്തരമൊരു ടീമാണ് സ്പെയിൻ. അപ്പൊ 2 ടീമുകളും മികച്ച 2 ടീമുകൾക്കെതിരെ ഫിഫ റാങ്കിങ്ങിൽ വളരെ ഏറ്റവും മുന്നിലുള്ള 4 ടീമുകളാണല്ലോ സെമി ഫൈനലിൽ എത്തിയത്. മികച്ച 2 ടീമുകളെ സംശയാതീതമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് ഈ മത്സരം എന്ന് ഞാൻ വിചാരിക്കുന്നു. 2 ടീമിനും അവരുടേതായ മേഖലകളിലും വിചാരിക്കുന്നു. ഒരു അർജന്റീനൻ ആരാധകൻ എന്ന നിലയിൽ എന്റെ ടീം ജയിക്കുമെന്ന് പറയണ്ടേ? കേട്ടില്ല, എന്തായിരുന്നു? അല്ല, മികച്ച 2 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. പക്ഷെ ഒരു അർജന്റീനൻ ആരാധകൻ എന്റെ ടീം ജയിക്കുമെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമല്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രവചിക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ഫലം. അതും സ്പെയിനും അർജന്റീനയും പോലെ 2 മികച്ച ടീമുകൾ മത്സരിക്കുമ്പോൾ പ്രവചിക്കുക എന്നുള്ളത്. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മറ്റൊരുപാട് ബാഹ്യ ഘടകങ്ങൾ റിസൾട്ടിനെ സ്വാധീനിക്കും. അതുപോലെയല്ലോ. അതുകൊണ്ട് ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമല്ല. നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണുമ്പോൾ ഇപ്പൊ പ്രവചിക്കുക ദുഷ്കരമാണ്. എന്നാൽ ഇങ്ങനെ പറയാൻ പറ്റും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ മേഖലയും കളിയിലെടുത്താൽ ആർക്കാണ് ആധിപത്യം എന്നുള്ളത്. ഇപ്പൊ ഗോൾ കീപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലോകകപ്പിലെ ഗോൾഡൻ ഗ്ലൗവ് നേടിയിട്ടുള്ള ഗോൾ കീപ്പറാണ് എമിലിയാനോ മാർട്ടിനസ്, അർജന്റീനയുടെ ഗോൾ കീപ്പർ. മികച്ച ഫോമിൽ തന്നെയാണ്. എങ്കിലും കഴിഞ്ഞ ലോകകപ്പിൽ അതേ ഫോം നിലനിർത്തുന്നു എന്ന് പറയാൻ പറ്റില്ല. 9 സേവാണ് അദ്ദേഹം ലോകകപ്പിൽ നടത്തിയിട്ടുള്ളത്. നല്ല ഫോമിൽ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. പക്ഷെ അപ്പുറത്ത് നോക്കിയാൽ ഉനായ് സിമോൺ, ഞാൻ വിചാരിക്കുന്നു അല്പം കൂടി മുൻതൂക്കം ഉനായ് സിമോണിനുണ്ട് എന്നാണ്. 14 സേവ് നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല 650 മിനിറ്റ് ക്ലീൻ ഷീറ്റുമായിട്ടാണ് ഉനായ് സിമോൺ ഗോൾവല കാത്തിട്ടുള്ളത്. ഏറ്റവും കുറച്ച് ഗോൾ വഴങ്ങിയ ഇതുവരെ ഒരൊറ്റ ഗോൾ മാത്രമാണ് സിമോണിന്റെ പോസ്റ്റിൽ വഴങ്ങിയിട്ടുള്ളത്. ബെൽജിയത്തിന്റെ ഒരു ഗോൾ മാത്രമാണ് എന്ന് നമ്മൾ കാണണം. ഫ്രാൻസിനെ പോലും എംബാപ്പയ്ക്ക് പോലും ഉനായ് സിമോണിന്റെ വല ചലിപ്പിക്കാനായിട്ടില്ല. അപ്പോ അത് ഗോൾ കീപ്പിങ്ങിന്റെ മാത്രമല്ല പ്രതിരോധത്തിന്റെ കൂടി മികവാണ്. പക്ഷെ അത് വ്യത്യാസം നോക്കുമ്പോൾ 2 പേരും നല്ല ഗോൾ കീപ്പർമാരാണെങ്കിലും അല്പം മുന്നിൽ നിൽക്കുന്നത് സിമോണാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ പ്രതിരോധ നിരയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അർജന്റീനയുടെ പ്രതിരോധത്തിൽ ഇപ്പൊ വളരെ പരിചയസമ്പന്നരായിട്ടുള്ള 2 പേരാണ് ഈ തഗ്ലിയോ ഫിക്കോയും അതുപോലെ തന്നെ മൊളീനോയും. 2 പേരും പക്ഷെ അവരുടെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ
വേഗം കുറവാണെന്നാണ്. വേഗം കൂടിയ മുന്നേറ്റ നിരയോട് മത്സരിക്കുമ്പോൾ അവരുടെ വേഗം അല്പം പ്രയാസം അർജന്റീനയ്ക്ക് ഉണ്ടാക്കും എന്നാണ് കരുതുന്നത്. എന്നാൽ അപ്പുറത്ത് സ്പെയിനിന്റെ മധ്യനിര ലപ്പാർട്ടയുടെ നേതൃത്വത്തിലുള്ള മധ്യനിര 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അതിലുണ്ടല്ലോ, പൗ കുബർസോ. അപ്പോ ആ മധ്യനിര നിര കുറെ കൂടി അല്പം മുൻതൂക്കം അവിടെ ഉണ്ട്. മധ്യനിരയിൽ രണ്ട് ടീമിനും തുല്യമായിട്ടുള്ള ആധിപത്യമാണുള്ളത്. ഒരുപക്ഷെ മധ്യനിരയായിരിക്കും ഈ ഫൈനലിന്റെ വിധി നിശ്ചയിക്കാൻ പോകുന്നത് എന്ന് ഞാൻ കരുതുന്നു. സ്പെയിനിന്റെ ക്യാപ്റ്റൻ റോഡ്രിയും അപ്പുറത്ത് എൻസോ ഗോൺസാൽവസും രണ്ടുപേരുമാണ് മധ്യനിരയിൽ ഏറ്റവും നിർണായകമായി തീരുന്ന താരങ്ങൾ. മധ്യനിരയിലെ ആധിപത്യമായിരിക്കും ഈ കളിയുടെ. ശരി, എന്തായാലും അതൊരു കൃത്യമായ നിരീക്ഷണമാണ്. മധ്യനിര നിർണ്ണയിക്കും ഈ മത്സരത്തിന്റെ ജയപരാജയങ്ങൾ എന്നാണ് പറയുന്നത്. അർജന്റീനൻ ആരാധകനായിരിക്കുമ്പോൾ തന്നെയും അതിന്റെ സാധ്യതകൾ, ഒപ്പം തന്നെ വിമർശിക്കാനുള്ള ആ ഒരു അവകാശം, അതൊക്കെ MBR ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നമ്മളൊരു ചർച്ചയിൽ പറയും ഈ അവതാരകർ നിഷ്പക്ഷരായിരിക്കണമെന്ന് പറയും. പക്ഷേ ഞാനൊരു അർജന്റീനൻ ആരാധികയാണ്, അതിലുപരി മെസ്സിയുടെ ആരാധികയാണ്. അപ്പോൾ ഞാൻ നിഷ്പക്ഷയാകാൻ ശ്രമിക്കുകയാണ്. ഞാൻ നമ്മുടെ അടുത്ത അതിഥിയിലേക്ക് പോവുകയാണ്. വിവേക് ഗോപൻ കൂടി ചേരുന്നു. അർജന്റീന അവതാരകയുടെ പക്ഷപാതിത്വം ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ ഞാൻ ശ്രമിക്കും നിഷ്പക്ഷയാവാൻ. വിവേക് ഗോപൻ ചേരുകയാണ്. വിവേക്, എന്തായാലും അർജന്റീനൻ ജേഴ്സിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് MBR അർജന്റീനൻ ആരാധകനാണ് എങ്കിൽ പോലും സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ്. വിവേക് എങ്ങനെയാണ് കാണുന്നത്? കപ്പടിക്കുമോ മെസ്സി? തീർച്ചയായിട്ടും. കാരണം ഇതൊരു രണ്ടാമത്തെ പ്രാവശ്യം എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഫുട്ബോൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് അടുത്ത കാലങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. കൂടുതലും താല്പര്യം ക്രിക്കറ്റിലാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടവും കാണാൻ ഇഷ്ടവും ഫുട്ബോൾ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് നമുക്ക് കണ്ടതാണ്, നമ്മുടെ അർജന്റീനയുടെ ആ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേ ആ ഒരു അതിന്റെ ബാക്കി അല്ലെങ്കിൽ ശേഷിപ്പ് എന്ന് തന്നെ പറയാം നമുക്ക്. തീർച്ചയായിട്ടും. അപ്പൊ അത് ഞാൻ പറയാം, അത് അത്രയും വർഷത്തിന് ശേഷം ഇത്രയും മികച്ച ടീമോട് കൂടി അവര് ആ കളത്തിലേക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോഴും അവരുടെ ആ ഒരു മൈൻഡ് സെറ്റും അതുപോലെ എനർജിയും ഒക്കെ അവർ ആ ദേശീയ ഗാനം പാടുമ്പോൾ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. കാരണം എല്ലാവരും ഇംഗ്ലണ്ടിനോട് തീർച്ചയായിട്ടും എല്ലാവരോടും ഈ പറഞ്ഞ ഒരു വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീമായിട്ട് തന്നെ അവർ അർജന്റീന കളിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാ മാച്ചിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതും വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ സെക്കൻഡ് ഹാഫിന് ശേഷമാണ് ഇവർ കുറച്ചുകൂടെ ഈ എന്താ പറയുക അറ്റാക്കിംഗ് ആയിട്ട് കളിച്ചു തുടങ്ങുന്നത്. അപ്പം ഏതൊരു സമ്മർദ്ദത്തിലും ഇവർക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് അഡാപ്റ്റേഷൻ ഇതൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാം കണ്ടത് അങ്ങനെയാണ്. കാരണം വളരെ ക്ലോസ് ആയിട്ടുള്ള മാച്ചും വളരെ ഈ ടൈറ്റ് ആയിട്ടുള്ള മാച്ചൊക്കെ നിഷ്പ്രയാസം അവർ വിജയിച്ചു വന്നതാണ് നമ്മൾ കഴിഞ്ഞ മാച്ചുകളിലുടനീളം കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അർജന്റീനയെ ആരാധിക്കുന്ന അല്ലാത്ത ആൾക്കാർ പല എക്സ്ക്യൂസസ് പറയുമ്പോഴും നമുക്കിപ്പോഴും ഉറച്ചു വിശ്വസിക്കാം ഈ ഒരു വേൾഡ് കപ്പ് തീർച്ചയായിട്ടും അർജന്റീന വീണ്ടും വേൾഡ് കപ്പ് അത് ആ ടീം തന്നെ നിലനിർത്തും എന്നുള്ളത് നിഷ്പ്രയാസം പറയാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ശരി, നമ്മൾ എന്തായാലും ഓരോ അർജന്റീനൻ ആരാധകരും മെസ്സി തന്നെ ഈ കപ്പ് ഉയർത്തും എന്ന് വിശ്വസിക്കുകയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കളികൾ നോക്കിയാൽ 10 മിനിറ്റിൽ മാജിക് കാണിക്കുന്ന മെസ്സിയും കൂട്ടരെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? പക്ഷേ സ്പെയിനിനോട് അത് നടക്കില്ല എന്ന് കളി അറിയാവുന്നവരെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവേക്, അത് ടെൻഷനുണ്ടോ? നമ്മൾ ഒരു ലീഡ് എടുത്തില്ലെങ്കിൽ പണി പാളുമെന്നാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഈ എൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ മൈൻഡിലൂടെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെയിൻ അർജന്റീനയെക്കാളും കുറച്ചുകൂടെ യുവനിര കൂടുതൽ എന്നുള്ള ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ അവരുടെ ബോഡി വെയ്സ് അല്ലെങ്കിൽ അത്ലറ്റിസം കുറച്ചുകൂടെ ഫാസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് ഇത്തവണ നമുക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിയും കൂട്ടരും അവരാദ്യമേ കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡ് അവർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അപ്പുറത്തെ സൈഡ് അതായത് ഒപ്പോണന്റ് നിൽക്കുന്ന സ്പെയിനിന് കുറച്ചുകൂടെ പാടായിരിക്കും. കാരണം അത്രയും വളരെ ഡിഫെൻസീവ് അത്രയും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിഫൻസ് അവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിഫൻസിനെ ഭേദിച്ച് സ്പെയിന് ഗോൾ അടിക്കൽ ആദ്യം തന്നെ അർജന്റീന സ്കോർ ചെയ്യുവാണെങ്കിൽ കുറച്ച് പാടായിരിക്കും.
പക്ഷേ ഈ പറഞ്ഞ പോലെ വളരെ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ് അർജന്റീനയ്ക്കുള്ളത്. അതുപോലെ ഈ സ്പെയിനിന് അത്ര പെട്ടെന്ന് ഭേദിച്ച് ഗോൾ അടിക്കാൻ സാധിക്കില്ല. മാത്രമല്ല നമുക്ക് ഈ നേരത്തെ നമ്മൾ പലരും സൂചിപ്പിച്ചതാണ്, നമുക്ക് സ്പെയിൻ്റെ അവരുടെ ആ ഫോർമേഷൻ, അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് ബോൾ പാസ് ചെയ്യാനുള്ള സ്കില്ല്, അതുപോലെ അതെ വളരെ ഫാസ്റ്റ് ആയിട്ട് പൊസിഷനിങ് വരും. അതുപോലെ വളരെ സ്പീഡായിട്ട് ബോൾ പാസ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. അതുപോലെ ഈ സ്പാനിഷ് ലീഗ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് സ്പാനിഷ് ലീഗിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ബോൾ പാസ് ചെയ്യുന്ന ഫോർമേഷൻ സ്കിൽസ്, ഡ്രിബിളിങ്, ഇതൊക്കെ സ്പാനിഷ് ലീഗിൽ വളരെ എക്സലന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതേ ആ ഒരു ഇത് തന്നെ അവർ സ്പെയിൻ അവർ ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ ഫൈനലിലും തീർച്ചയായിട്ടും അവർ കാഴ്ചവെക്കും. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി നമുക്കൊരു മേൽക്കൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വർഷം ഈ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ മെസ്സി എന്ന് പറയുന്നത്, അപ്പോൾ ടീമിലെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇവര് മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ മാനത്ത് കാണാൻ പറ്റും എന്നുള്ളത് പോലെ അദ്ദേഹം അതൊക്കെ അനുസരിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഇവര് പലവട്ടം ഈ കളിയും കാര്യങ്ങളും ഒക്കെ ഇവര് പഠിക്കുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇവര് ഈ ഒരു വേൾഡ് കപ്പ് അർജന്റീന എനിക്ക് തോന്നുന്ന ഒരു 3-1 വിജയിക്കും എന്നുള്ള രീതിയിലേക്ക് എത്തും എന്നുള്ളതാണ്. സ്പെയിനിന്റെ യുവ താരങ്ങളെ പൂട്ടാനുള്ള തന്ത്രം മെസ്സി ആവിഷ്കരിച്ചിട്ടുണ്ടാകും എന്നതാണ് വിവേക് ഗോപൻ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ജോസ് തോമസിലേക്ക് പോയാൽ, ശ്രീ ജോസ് തോമസ്, ഫ്രാൻസുമായിട്ടുള്ള മത്സരത്തിൽ സ്പെയിൻ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അർജന്റീനൻ ആരാധകരെല്ലാം ഇപ്പോൾ എന്താണ് തന്ത്രം, എങ്ങനെ ഇവരെ മറികടക്കുമെന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇതിൽ സ്പെയിനിന്റെ ഏറ്റവും വലിയ നേട്ടം അല്ലെങ്കിൽ അവരുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ പൊസഷൻ തന്ത്രമാണ്. ഒപ്പം അവർ ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയിട്ടുള്ള ഒരു ടീമാണ്. ആകെ ഒരു ഗോളാണ് ഈ ടൂർണമെന്റിൽ, ലോകകപ്പിൽ അവർ വഴങ്ങിയിട്ടുള്ളത് എന്നത് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണോ അർജന്റീന നേരിടാൻ പോകുന്നത്? അവരുടെ ഇതുവരെ കണ്ട തന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിനെ മറികടക്കുക എത്രമാത്രം പോസിബിൾ ആണ്? ശ്രീ ജോസഫ്. ഈ ലോകകപ്പിലെ ഏറ്റവും നന്നായി കളിച്ച രണ്ട് ടീമുകളാണ് ഫൈനലിൽ എന്നുള്ളത് നമുക്ക് പറയാം. ഏറ്റവും മികച്ച അറ്റാക്കുള്ള അർജന്റീനയും ഏറ്റവും മികച്ച പ്രതിരോധമുള്ള സ്പെയിനും തമ്മിലുള്ള മത്സരം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ടാക്ടിക്കൽ ബാറ്റിൽ തന്നെയാണ്. ആർക്കാവും മിഡ്ഫീൽഡിലെ ഡൊമിനൻസ്, അതാണ് കളി പൊതുവെ നിയന്ത്രിക്കുക. സ്പെയിൻ എല്ലാ മത്സരവും അങ്ങനെ നിയന്ത്രിച്ചു വരുന്ന ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അതിനെ അനുവദിക്കാതിരിക്കുക എന്നുള്ള ഒരു തന്ത്രമാവും അർജന്റീന എടുക്കുന്നത്. അർജന്റീന നമുക്കറിയാം കുറെ കൂടി ഒരു ഗ്രിറ്റി ടീമാണ്, അത്യാവശ്യം ടാക്ടിക്കൽ ഫൗളുകൾ ചെയ്യുന്ന ടീമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നന്നായി ഇടിച്ച് കളിക്കുന്ന ഇംഗ്ലണ്ട് ടീമിനെതിരെ അവരുടെ അതേ നാണയത്തിൽ മറുപടി കൊടുത്ത് അവരെ ഇഷ്ടംപോലെ ഫൗള് ചെയ്ത് ആദ്യ പകുതിയിൽ തന്നെ അവരുടെ റിതം നഷ്ടപ്പെടുത്തിയിരുന്നു. രണ്ടാം പകുതിയിൽ അവർ ആ ഗോൾ അടിച്ച് ലീഡ് എടുത്തപ്പോൾ അവർക്ക് ആ ഒരു ഓവർ കോൺഫിഡൻസ് വന്നു, ഇവർ അറ്റാക്ക് ചെയ്യുന്നില്ല, ഇടിച്ച് കളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ എതിരാളികളുടെ തന്ത്രത്തിനനുസരിച്ച് തന്ത്രം മെനയുന്ന സ്കലോണി ഒരിക്കലും കാര്യങ്ങൾ എളുപ്പമാക്കില്ല സ്പെയിന്. സ്പെയിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി, അത് ഏതൊരു ചലഞ്ചിനെയും ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഒരു മത്സരം തന്നെ ഒരു ടാക്ടിക്കൽ ബാറ്റിൽ പ്രതീക്ഷിക്കാം. ഇന്ന് പുലർച്ചെ കണ്ടതുപോലെ ഒരു എൻഡ് ടു എൻഡ് ഫുട്ബോൾ ആയിരിക്കില്ല ഫ്രാൻസ് ഇംഗ്ലണ്ട് പോലെ, ഇതൊരു ടാക്ടിക്കൽ ബാറ്റിൽ ആയിരിക്കും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എബിൻ റോസ്, ഇവിടെ ഇപ്പോൾ രണ്ട് താരങ്ങൾ, പ്രധാനപ്പെട്ട താരങ്ങൾ ഏറ്റുമുട്ടുന്നു. അങ്ങനെ കൂടി ഈ മത്സരം ചിത്രീകരിക്കപ്പെടുന്നുണ്ടല്ലോ. ഒന്ന്, ഇതിഹാസം രചിച്ച ആളാണ്, ഇതിഹാസം രചിച്ച മെസ്സി ഒരു ഭാഗത്ത്, ഇതിഹാസം രചിക്കും അടുത്ത ലോകകപ്പൊക്കെ ഒരു പക്ഷേ നമ്മൾ കാത്തിരിക്കുന്നത്, കാണാൻ കൊതിക്കുന്നത് ലാമിൻ യമാലിന്റെ പേരിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ രണ്ട് ഇതിഹാസങ്ങൾ നേർക്കുനേർ വരുന്നു എന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ലാമിൻ യമാൽ അത് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഫോമിലാണ് ഇപ്പോൾ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മെസ്സിയെ മറികടന്ന് വേണമല്ലോ ഈ കളിയിൽ അദ്ദേഹം പ്രൂവ് ചെയ്യപ്പെടേണ്ടത്. ഈ മത്സരത്തിന് മുൻപായി രണ്ടുപേരുടെയും പ്രതികരണങ്ങളും നമുക്ക് മുന്നിലുണ്ട്. പരസ്പരം വില കുറച്ച് കാണുന്നില്ല. മെസ്സിയും ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതികരണമാണ് പങ്കുവച്ചിരിക്കുന്നത്. ആ പോരാട്ടത്തിൽ ആർക്കായിരിക്കും മേധാവിത്വം? എബിൻ റോസിനോട്. എബിൻ റോസ് കേൾക്കാമില്ല. ചോദ്യം ആരോടാണ്? എബിൻ റോസിനോട്. എബിൻ റോസ്.
ഇപ്പം ആദ്യം ഈ നോയ്സ് ക്ലിയർ അല്ല, ആർപ്പാടെ കൺഫ്യൂഷൻ ആണ്. എന്നിരുന്നാലും എനിക്ക് മനസ്സിലായത് ലമീൻ യമാലും മെസ്സിയുമായിട്ടുള്ള ഒരു താരതമ്യമാണ്. അതെ അതെ അതെ. അപ്പോ അപ്പോ നമുക്ക് പറയാനുള്ളത്, ലമീൻ യമാൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് മെസ്സി എന്ന നിലയിലേക്ക് ഉയർന്നു വരുന്ന ഒരു കളിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ടെക്നിക്സും ടാക്ടിക്സും ഒക്കെ, അദ്ദേഹത്തിന്റെ ആ ട്രിബിളിംഗ് മികവും ഒക്കെ തീർച്ചയായിട്ടും വളരെ അട്രാക്റ്റീവ് ആണ്. ഒപ്പം തന്നെ ഏകദേശം മെസ്സി ശൈലിയിലാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മെസ്സി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കിരീടധാരണം നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറാനുള്ള സമയമായി. അതായത് ഓരോ കാലഘട്ടത്തും ഓരോ ജനറേഷൻ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം പെലെക്ക് ശേഷം മറഡോണ, അതിനുശേഷം റൊണാൾഡോ മെസ്സി പോരാട്ടമായിരുന്നു. നമുക്ക് ഇപ്പോഴും ആരെയും ഡിഫറെന്റ് ശൈലിയിൽ കളിക്കുന്ന മെസ്സി റൊണാൾഡോ ആരാണ് കേമന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ മെസ്സി എന്ന് പറയുകയാണെങ്കിൽ പോലും നമ്മുടെ കാലഘട്ടത്തിൽ അവർ രണ്ടുപേരും മിടുക്കന്മാരായ താരങ്ങളായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോ ശരിക്കും ബാറ്റൺ നെക്സ്റ്റ് ജനറേഷനിൽ കൈമാറാനുള്ള സമയമായി. തീർച്ചയായിട്ടും ലമീൻ യമാലില് ആ ഒരു മേഖലയിലോട്ട് ടെക്നിക്കലി ഹൈ ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ്. പക്ഷെ ഈ ടൂർണമെന്റിൽ നേരത്തെ നമ്മളെ എവിടെയോ വായിച്ചതുപോലെ അഭിമന്യു, അതായത് ചക്രവ്യൂഹം ഭേദിച്ച് ഗോൾ സ്കോർ ചെയ്യാനുള്ള ആ ഒരു മികവിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അദ്ദേഹം നെക്സ്റ്റ് മെസ്സിയായിട്ട് ഉയർന്നു വരാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഇപ്പൊ സ്പെയിൻ ജയിക്കുകയാണെങ്കിൽ ആ ഒരു കിരീടധാരണം, അതായത് നെക്സ്റ്റ് മെസ്സി എന്ന, അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷന് എംബാപ്പെ, ഹാളണ്ട്, ബെല്ലിംഗാം അടക്കമുള്ള ഒരു നിരവധി മികച്ച യുവ താരനിരകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ട് വരുന്നത് ലമീൻ യമാൽ. ഇന്നത്തെ മത്സരം അത് മെസ്സി ലമീൻ യമാൽ പോരാട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കുന്ന ടീമിനെ ഇപ്പൊ പറഞ്ഞ പോലെ ചരിത്ര പുരുഷനാണ് മെസ്സി. അദ്ദേഹത്തിന് ഇനി പ്രൂവ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ലമീൻ യമാല് ആണ്, സ്പെയിൻ ആണ് ജയിക്കുന്നെങ്കിൽ, ലമീൻ യമാലാണ് അതിൽ നേതൃത്വം കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ജനറേഷൻ സമയമായി, കിരീടധാരണമായി, രാജകുമാരനായിട്ട് വാഴ്ത്തപ്പെടാൻ മെസ്സി ലേണൽ ഇദ്ദേഹത്തിന് യമാലിന് എല്ലാ യോഗ്യതയുണ്ട്. അദ്ദേഹം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. വളരെ യങ് ആണെങ്കിൽ പോലും അദ്ദേഹം കിരീടധാരണം സ്പെയിനോടൊപ്പം യൂറോ കപ്പ് ഒക്കെ നേടി ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി, ഏറ്റവും പ്രായം കുറഞ്ഞ വേൾഡ് കപ്പ് നേടുന്ന താരമായിട്ട് മാറുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഉടൻ ചേരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബ്രാച്ചുകലിനെ പ്രതിനിധീകരിച്ചും ആരെങ്കിലും ഉണ്ടാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അബിൻ വർക്കി അദ്ദേഹം ഇച്ചിരി തിരക്കിലാണ്, അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ എം പി രാജേഷ്, ഇവിടെ ഇപ്പോൾ ലീഡെടുത്താൽ അർജന്റീനയ്ക്ക് സാധ്യതയുണ്ട്, അല്ല എങ്കിൽ ബുദ്ധിമുട്ടാകും എന്നതാണ് റൊണാൾഡോ ഉൾപ്പെടെ, സീനിയർ താരം റൊണാൾഡോ ഉൾപ്പെടെ അത്തരം ഒരു അഭിപ്രായം ഈ മാച്ചിന് മുൻപായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പല ജയിച്ച കളികളിൽ പോലും അർജന്റീനയ്ക്ക് അത് സാധ്യമല്ലാതിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. താങ്കൾ ഈ കളിയിൽ അങ്ങനെ ഒരു ലീഡെടുത്ത് മേധാവിത്വം നേടിക്കൊണ്ട് ഒരു ജയത്തിലേക്ക് പോകാൻ അർജന്റീനയ്ക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതുവരെയുള്ള അർജന്റീനയുടെ മത്സരം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നിൽ നിന്നിട്ടാണ് പിന്നീട് അർജന്റീന മുന്നിലേക്ക് കയറി വന്ന് മത്സരം കാണാം. അതിൽ ഏറ്റവും മികച്ച പ്രകടനം ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ളത് തന്നെയാണ്. കാരണം ഇംഗ്ലണ്ടിനെ പോലൊരു ടീമിനെതിരെ ലീഡ് വഴങ്ങി 85 മിനിറ്റ് വരെ പിന്നിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് അവിശ്വസനീയമായ കാര്യമാണ്. ഈജിപ്തിനെതിരായിട്ടുള്ളതും മികച്ച പ്രകടനമായിരുന്നു എന്ന് പറയുമ്പോൾ ഈജിപ്ത് അല്ല ഇംഗ്ലണ്ട് എന്ന് നമ്മൾ കാണണം. നേരത്തെ അവിടെ പറഞ്ഞതുപോലെ ഏറ്റവും ശക്തമായ ലീഗുകളിലൊന്നാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. ആ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ അനുഭവ സമ്പത്തുള്ള വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംഘത്തിനെതിരെ, ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച ഒരു ടീമിനെതിരെ 85 മിനിറ്റ് വരെ പിന്നിൽ നിന്നിട്ടും തിരിച്ചു വരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അർജന്റീനയ്ക്ക് ഒരുപക്ഷെ ലീഡ് എടുത്തില്ലെങ്കിൽ പോലും തിരിച്ചു വരാനുള്ള ശേഷി ഉണ്ടെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ സ്പെയിൻ വ്യത്യസ്തമായ ഒരു ടീമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റേതൊരു ടീമിനെതിരെയും ലീഡ് വഴങ്ങിയ ശേഷം തിരിച്ചു വരുന്നത് പോലെ അനായാസമായിരിക്കില്ല സ്പെയിനിനെതിരായിട്ട് തിരിച്ചു വരിക. ഫ്രാൻസ് അത് തെളിയിച്ചു. ഫ്രാൻസിന്റെ അനുഭവമാണ് കാണിക്കുന്നത്. തുടക്കത്തിൽ തന്നെ പെനാൽറ്റിയിലൂടെ ലീഡ് വഴങ്ങേണ്ടി വന്നു സെമിഫൈനലിൽ. അങ്ങനെ ലീഡ് വഴങ്ങിയപ്പോ പിന്നെ സ്പെയിനിന്റെ പ്രതിരോധത്തെ ഭേദിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. ആർക്ക്? എംബാപ്പയും ഡെംബലയും ഒക്കെ അടങ്ങുന്ന ഫ്രാൻസ് നിരക്ക് ആ പ്രതിരോധ നിരയെ ഭേദിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു എന്നുള്ളത് നമ്മൾ കാണണം. അപ്പൊ ഈ രണ്ട് വസ്തുതയുണ്ട്. അർജന്റീന പിന്നിൽ നിന്ന് കയറി വരാനുള്ള അസാമാന്യമായ മികവ് തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ അത്ര എളുപ്പത്തിൽ പിന്നിലായിപ്പോയാൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ടീമല്ല, പ്രത്യേകിച്ച് ഒരു പ്രതിരോധമല്ല.
സുശക്തമായ ഒരു പ്രതിരോധമാണ് സ്പെയിൻ്റേത്. അതുപോലെ മികച്ച ഫോമിൽ കളിക്കുന്ന ഗോൾ കീപ്പർ ഉനായ് സിമോൺ ഉണ്ട്. അതുകൊണ്ട് ലീഡ് എടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നുള്ളത് റൊണാൾഡോയുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ മെസ്സി അപ്പുറത്തുണ്ട്. മെസ്സിയെ പോലൊരു താരത്തിന് ഏത് ദുഷ്കരമായ സാഹചര്യത്തെയും മാറ്റിമറിക്കാനുള്ള സിദ്ധിയും ഉണ്ടെന്ന് നമ്മൾ കാണുന്നു. യമാലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിയാണ്, വലിയ ഗോളൊന്നും ഒരുപാട് അടിച്ചിട്ടില്ല യമാൽ എന്നുള്ളത് ശരിയാണ്. എങ്കിലും യമാൽ ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ പോലും യമാലിന്റെ മുന്നേറ്റം എതിർ പ്രതിരോധ നിരയെ അങ്കലാപ്പിലാക്കാനും ഛിന്നഭിന്നമാക്കാനും കഴിയുന്നതാണ് എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോ എതിർ പ്രതിരോധ നിരയിൽ വിടവുകൾ സൃഷ്ടിക്കാൻ യമാലിന് കഴിയും. അതുപയോഗിച്ച് മറ്റ് താരങ്ങൾക്ക് ഗോളടിക്കാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. അപ്പൊ യമാൽ ഒരു ഫാക്ടർ ആവുന്നത്, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അതുവഴിയാണ്. അദ്ദേഹം നേരിട്ട് ഗോൾ അടിച്ചോ എന്നുള്ളതല്ല, അദ്ദേഹം എത്രത്തോളം അസിസ്റ്റ് കൊടുത്തു എന്നുള്ളതല്ല. യമാലിന്റെ കാലിൽ പന്ത് കിട്ടുന്ന സമയത്ത് യമാലിനെ തടയാൻ പ്രതിരോധ നിരക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് നീങ്ങേണ്ടി വരുന്നു എന്നുള്ളതും അതപ്പുറത്ത് വിടവുകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യമാലിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പൊ രണ്ടുപേരും രണ്ടു തരത്തിൽ ഈ കളിയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സാന്നിധ്യമായിട്ട് മാറും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ വിവേക് ഗോപൻ, ഇവിടെ ഇപ്പോൾ ആദ്യ ലീഡ് എടുത്താലേ ജയിക്കാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഏറ്റവും ചുരുക്കം, അതായത് ഒരു ഗോൾ മാത്രം വഴങ്ങിയ ഒരു ടീമാണ്. എന്നാൽ ജയിക്കാൻ ഉറച്ച് അർജന്റീന ഇറങ്ങിയ മത്സരങ്ങളിൽ അവർ ആ മികവ് കളിക്കളത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ, ചിരവൈരികളായ ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ അത് കണ്ടതാണ്. മെസ്സിക്ക് ഒരു കപ്പും കൂടി എന്ന് ഉറപ്പിച്ചിരിക്കുന്ന സഹതാരങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ലീഡ് എടുക്കുക അസാധ്യമാണ് എന്ന് കരുതുന്നുണ്ടോ? സ്പെയിനിന് ഇതുവരെയുള്ള കളികളിൽ എന്ത് പെർഫോമൻസ് ആയിരുന്നു എങ്കിൽ പോലും ഈ കളിയിൽ നമുക്ക് അർജന്റീനയ്ക്ക് ഒരു ലീഡ് എടുക്കുക അസാധ്യമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് സ്കലോണി, അദ്ദേഹം ഓരോ കളിക്ക് ഓരോ ടീമിന് അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ മെനയുന്ന പരിശീലകനാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തന്ത്രം മെനഞ്ഞിട്ടുണ്ടാകുമെന്നാണോ കരുതുന്നത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അവർ എല്ലാ മാച്ചസും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടാവും അർജന്റീന. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു രീതിയിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിൽ അർജന്റീന അറ്റാക്ക് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. കാരണം ഇപ്പം കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം പറഞ്ഞിട്ടുണ്ട്, അർജന്റീന ആദ്യമേ സ്കോർ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്പെയിനിന് ഒരു തിരിച്ചടി തന്നെയാവും. തിരിച്ച് വീണ്ടും സ്കോർ ചെയ്യുക എന്നുള്ളത്, അർജന്റീനയുടെ ഡിഫൻസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തിരിച്ച് പെട്ടെന്നൊരു ഗോൾ സ്കോർ ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ സ്പെയിനിന് കുറച്ചുകൂടെ ഈ എന്താ പറയുക, കുറച്ചുകൂടെ പ്രതിരോധത്തിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ കോൺഫിഡൻസ് ലെവലൊക്കെ കുറച്ചുകൂടെ ലോ ആവും സ്പെയിനിന്. മാത്രമല്ല വളരെ യുവതാരങ്ങളാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഈ കോൺഫിഡൻസ് ലെവൽ ലോ ആവും. മാത്രമല്ല അർജന്റീനിയൻ പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് ടീമിലുണ്ട്. അവർക്ക് നമ്മൾ കഴിഞ്ഞ മാച്ചസിലെല്ലാം നമ്മൾ ഉടനീളം കണ്ടതാണ്. കഴിഞ്ഞ ഇംഗ്ലണ്ടുമായിട്ടുള്ളൊരു മാച്ചിൽ തന്നെ ഒരു ഡിഫൻസിൽ റൊമേറോ എങ്ങനെയാണ് അത് വളരെ പ്രഗത്ഭമായിട്ട് മാറ്റിയത് എന്നുള്ളത്, ആ ഒരു വളരെ അറ്റാക്കിംഗ് മൂവ്മെൻറ്റിലേക്ക് ഇംഗ്ലണ്ടിൻ്റെ 2 സ്ട്രൈക്കേഴ്സ് എത്തിയപ്പോഴത്തേക്കും റൊമേറോയുടെ കാലിൽ നിന്ന് എത്ര വളരെ ക്ലെവറായിട്ടാണ് അദ്ദേഹം ആ ബോൾ ടാക്കിൾ ചെയ്തത്, പാസ് ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടത്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് അർജന്റീനയിലുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വേൾഡ് കപ്പിൽ എത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഗോൾ പോസ്റ്റ് കീപ്പ് ചെയ്തൊരു വ്യക്തിയാണ് മാർട്ടീനസ് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ തീർച്ചയായിട്ടും സ്പെയിൻ ഇതൊക്കെ വളരെ വലിയ രീതിയിൽ ഒരു തിരിച്ചടിയാണ്. അത് വളരെ ആലോചിച്ചും കണ്ടും സ്പെയിൻ കളിച്ചാൽ മാത്രമേ അവർക്കൊരു നല്ലൊരു മുന്നേറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ആഡഡ് അഡ്വാൻറ്റേജ് സ്പെയിൻ ഉള്ളതെന്ന് പറയുന്നത് അവർ വളരെ യങ് പ്ലെയേഴ്സാണ്, വളരെ സ്പീഡായിട്ട് പാസിംഗ് സ്കിൽസ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു 2 കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായെങ്കിൽ പോലും അർജന്റീനയുടെ ഈ പറഞ്ഞുള്ള കോച്ച് സ്കലോണി അതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് ടാക്കിൾ ചെയ്തുണ്ടാവും. അവർ വെൽ പ്ലാൻഡ് ആയിരിക്കും. കാരണം ഇതൊരു വലിയ ഒരു സെലിബ്രേഷനിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അർജന്റീന ഒരു മേൽക്കൈ കൊയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു 55% ജയസാധ്യത തന്നെ അർജന്റീനയ്ക്ക് ഉണ്ടെന്നും പറയാം. അതുപോലെ തൊട്ട് പിന്നിലാണ്, കാരണം ഒരു 45% ജയസാധ്യതയോടുകൂടി സ്പെയിന് നിൽപ്പുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നോക്കുമ്പോൾ കാണാം വളരെ മുന്നിലേക്ക് അർജന്റീന നിൽപ്പുണ്ട് എന്നുള്ളത്. കാരണം ഇത്രയും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീം നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അർജന്റീനയാണ് കുറച്ചുകൂടെ മേൽക്കൈ കൊയ്യുന്നതെന്ന് ശരി, അർജന്റീനയ്ക്കാണ് മേൽക്കൈ എന്ന് വിശ്വസിക്കുന്നു വിവേക് ഗോപൻ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നമുക്കൊപ്പം
ഡോക്ടർ വി വേണു കൂടി ചേരുകയാണ്, മുൻ ചീഫ് സെക്രട്ടറി. ഡോക്ടർ വേണു, ഇവിടെ ഇപ്പോൾ കേരളം രണ്ടായി വിഭജിച്ച 39 ദിവസമാണ് കടന്നു പോകുന്നത്. അതായത് ബ്രസീൽ, അർജന്റീന ഫാൻസായി, പിന്നെ പോർച്ചുഗലും ഉണ്ട് കേട്ടോ. ഇതിൽ ഒന്നും പെടാതെ സ്പെയിനിന്റെ ആരാധകനായി താങ്കൾ മാറിയത് എങ്ങനെയാണ്? ഞാൻ സ്പെയിനിനെയും ഫ്രാൻസിനെയും വർഷങ്ങളായി വാച്ച് ചെയ്യുന്ന ഒരാളാണ്. മുൻപ് പഴയ ബ്രസീലിന്റെ അസുഖം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാൻ 10 അതായത് മെസ്സി ഈറ, ബാഴ്സലോണയിലെ മെസ്സി ഈറയാണ് എന്നെ ശരിക്കും ലാലിഗയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ബാഴ്സലോണയും റിയൽ മാഡ്രിഡും തമ്മിലുള്ള ഇതും അവിടുത്തെ ലാലിഗയുടെ വളരെ രസമുള്ള മാച്ചസ് ഒക്കെ വാച്ച് ചെയ്തിട്ട് അതിന്റെ ഒരു ആരാധനായി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ ഫ്രാൻസിന്റെ കൂടെ ആയിരുന്നു. ഇക്കുറി യൂറോ കപ്പൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് സ്പെയിനിന്റെ ഗെയിം വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ സ്പെയിനിന്റെ ഒരു സപ്പോർട്ടറായിട്ട് മാറി. ഒരു ആരാധകൻ എന്ന് പറയാനുള്ള ലെവലല്ല, ഫുട്ബോളിംഗ് ടേംസിൽ ഒരു സപ്പോർട്ടറാണ്. അവരുടെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇന്നത്തെ കളിയിൽ എങ്ങനെയാണ് സ്പെയിനിന്റെ സാധ്യതകളെ താങ്കൾ നോക്കിക്കാണുന്നത്? വളരെ ടൈറ്റ് ആണ് ഗെയിം. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ വെരി ഈവൻലി ബാലൻസ്ഡ് ഗെയിം. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ സ്പെയിൻ കുറെ കൂടെ കൊഹീസീവ് യൂണിറ്റ് ആണ്. സ്പെയിൻ ഇതിലൊരു അവരുടെ ട്രജക്ടറി കണ്ടു കഴിഞ്ഞാൽ അവര് തുടങ്ങിയത് സ്റ്റാർട്ടഡ് സ്ലോ, പക്ഷേ അവരിപ്പോൾ ആ കറക്റ്റ് മൊമെന്റത്തിൽ ദേ പ്ലേ എ ബ്യൂട്ടിഫുൾ ഗെയിം. സെമി ഫൈനൽ എപ്പോഴും ഫൈനലിന് മുൻപുള്ള ആ ഗെയിമിൽ നമുക്ക് ശരിക്കും അവരുടെ ടീമിന്റെ ഇപ്പോഴത്തെ നിലയും മാനസികമായിട്ടുള്ള അവരുടെ സിറ്റുവേഷനും എല്ലാം നമുക്ക് അളക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു കേൾക്കാമോ? ഇതുവരെ ക്ലിയർ ആയിരുന്നു, ഇപ്പോഴും കേൾക്കാം. അതായത് സെമി ഫൈനൽ രണ്ട് സെമി ഫൈനൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ സ്പെയിനിന്റെ ആ ഒത്തിണക്കത്തോടെയുള്ള അവരുടെ പെർഫോമൻസ് അവർക്കൊരു സ്ലൈറ്റ് എഡ്ജ് നൽകുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ലാലിഗ കണ്ട് തുടങ്ങിയതാണ് സ്പെയിൻ സ്നേഹം എന്നൊക്കെ പറഞ്ഞല്ലോ. ആരാണ് ഇഷ്ട പ്ലെയർ? ലമീൻ യമാൽ അത്ഭുതങ്ങൾ കാട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആരാധകരൊക്കെ. അങ്ങനെയാണോ? ആരാണ് ഇഷ്ടതാരം? അങ്ങനെ ഒരാളെ പറയാനില്ല. എങ്കിലും യമാലിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാം. അതേ പ്രായത്തിലുള്ള മറ്റൊരു പ്രോഡിജി ടീമിലുണ്ട്, അത് കുബാർസിയാണ്. കുബാർസി നമ്മുടെ സെമി ഫൈനലിൽ കുബാർസിയുടെ ഗെയിം അധികം പേരും കമന്റ് ചെയ്തിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എംബാപ്പയെ ശരിക്കും വരിഞ്ഞു കെട്ടിയത് കുബാർസിയായിരുന്നു. 19 വയസ്സുകാരനാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒറ്റയ്ക്കാണ് വരിഞ്ഞു കെട്ടിയതെന്ന് പറയുന്നവരേ ഉണ്ട്. സോറി, കേട്ടില്ല. കുക്കുറയാണ് വരിഞ്ഞു കെട്ടിയത് എന്ന് പറയുന്നവരും ഉണ്ടെന്ന്. പക്ഷേ കുബാർസി ആയിരുന്നു അതിന്റെ ആ സെൻട്രൽ ഡിഫൻസിൽ ഒരു കോട്ട പോലെ നിന്നത്. ലപ്പോർട്ടും കുബാർസിയുമായിരുന്നു. നമ്മൾ ഓർക്കേണ്ടത് സ്പെയിൻ ഇതുവരെ ഈ ടൂർണമെന്റിൽ ഒരു ഗോള് മാത്രമാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. അത്രയും ടൈറ്റസ്റ്റ് ഡിഫൻസ് ആണ് അവരുടെ ശക്തി. അതും ആരും കാണാറില്ല, കാരണം അവർ ധാരാളം ഗോൾ അടിച്ചു. ഈ ക്വാർട്ടറും സെമിയൊക്കെ ആയപ്പോഴേക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള വിക്ടറീസ് ആയിരുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ കുബാർസി ഉണ്ട്. പിന്നെ ഞാൻ കാണുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്ലേ മേക്കർ റോഡ്രിയാണ്. അതായത് ഒരു മിഡ്ഫീൽഡ് ജനറൽ എന്താണ് നമ്മുടെ പഴയ കാലത്തെ മിഡ്ഫീൽഡ് ജനറൽസിനെ ഓർമ്മിപ്പിക്കുന്ന പോലെയുള്ള ഡിസ്ട്രിബ്യൂഷനും സോളിഡ് ഡിഫൻസീവ് വർക്കും അതുപോലെ തന്നെ വളരെ പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള പാസുകളും നൽകുന്ന ആളാണ് റോഡ്രി. ഡാനി ഓൾമോ മിഡ്ഫീൽഡേഴ്സിന്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിൽ ഡാനി ഓൾമോന്റെ റോളും വളരെ പ്രധാനമാണ്. 2010 ഇതിനു മുൻപ് സ്പെയിൻ ഒരു കപ്പ് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ തുടർച്ച തന്നെ ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? ആ ടീമിന്റെ ഗെയിം, അന്നത്തെ ടീമിന്റെ സാവി ഇനിയസ്റ്റ കോമ്പിനേഷൻ പോലെ തന്നെ ഇന്നിവിടെ നല്ല ഒരു കോമ്പിനേഷനിൽ ആൾക്കാർ വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് സ്പെയിൻ 2010 ശേഷം കപ്പ് ഉയർത്തുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മെസ്സി ഒരിക്കലും ഇപ്പൊ ബ്രസീലിനെ എനിക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ മാറി ഇപ്പോൾ സ്പെയിനിനൊപ്പമാണെന്ന് പറഞ്ഞു. മെസ്സി ഒരിക്കലും താങ്കളിലെ ഫുട്ബോൾ ആരാധകനെ ആകർഷിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ അതിനോട് ആരാധന തോന്നിയിട്ടില്ലേ? ഞാൻ മെസ്സിയുടെ ഔട്ട് ആൻഡ് ഔട്ട് ആരാധകനാണ്. ലോകം കണ്ട ഏറ്റവും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മെസ്സിയുടെ ഗെയിമുകൾ യൂട്യൂബിൽ പോയി പിന്നെയും കാണുന്ന ആളാണ്. അത് ആ വ്യക്തി, ആ പ്ലെയർ എന്ന നില, ഒരു ബ്രില്യൻസ്, ഒരു ഫുട്ബോളർ എന്താകണം എന്നുള്ളതിന്റെ എന്താ പറയാ ഒരു മൂർത്തി രൂപമാണ് മെസ്സി. മെസ്സി എന്ന ഫുട്ബോളർ ഒരാള്, അർജന്റീന എന്ന ടീം മറ്റൊരു എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് മെസ്സിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അർജന്റീനയെ ഇഷ്ടപ്പെടണമെന്നില്ല. മെസ്സി കപ്പെടുക്കണമെന്നില്ല അതുകൊണ്ട്? ഒരിക്കലുമില്ല.
മെസ്സി മെസ്സി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലൈഫ് ഗോൾസ് അദ്ദേഹം നേടി കഴിഞ്ഞിരിക്കുന്നു. അതെ, അദ്ദേഹം കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞത് ഇന്നലത്തെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് അത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ കളിയിൽ നിന്ന് ഞാൻ വിരമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആ കപ്പിൽ ലിഫ്റ്റ് ചെയ്തപ്പോൾ എന്റെ ആ കളി, ആ ചാലഞ്ചിങ് ആയിട്ടുള്ള ലൈഫിന്റെ ചലഞ്ചസ് ഞാൻ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് വിരമിക്കലിന്റെ സൂചനയാണ് എന്ന് കരുതുന്നവരുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വേൾഡ് കപ്പ് നോക്കിയാൽ ഇതിഹാസ താരങ്ങൾ ഇത്രയധികം ഒരുമിച്ച് വിരമിക്കുന്ന ഒരു ലോകകപ്പ് വേറെ ഉണ്ടാവില്ല. അത് നെയ്മർ മുതൽ CR7, ഒപ്പം തന്നെ ലൂക്ക മോഡ്രിച്ച്. ഇത് മെസ്സിയുടെ അവസാന ലോകകപ്പാണോ, അതിന്റെ സൂചനകളാണോ അദ്ദേഹം ആ വരികൾക്കിടയിൽ ഒളിപ്പിച്ചിട്ടുള്ളത്? ഒരു സംശയമില്ല. ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അർജന്റീന ജയിച്ചാലും അർജന്റീന തോറ്റാലും ഇതിന് ശേഷം കോമ്പറ്റേറ്റീവ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ മെസ്സി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായും അങ്ങനെയാണ് അദ്ദേഹം കരുതുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഡോക്ടർ വേണു. ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഫുട്ബോൾ ആരാധകർ അവർ ചേരി തിരിഞ്ഞ് ഓരോ ടീമുകൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറ്റുമുട്ടുന്നുണ്ട്. അത് ഒരു ഘട്ടത്തിൽ പരിധി വിട്ടു പോകുന്നുണ്ട്. അത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ ലോകകപ്പിലേക്ക് അല്ലെങ്കിൽ സ്പോർട്ടിലേക്ക് രാഷ്ട്രീയം കലർത്തുന്നു, അങ്ങനെയുള്ള ഏറ്റുമുട്ടലുകൾ കൂടി കാണുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ്, ആരാധനയുടെ ലെവൽ എങ്ങനെയാകണമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇത്രയും വീറോടുകൂടി തന്നെ ആരാധകർ അന്യോന്യം സംസാരിക്കുകയും ഡിബേറ്റും ചെയ്യുന്ന ഒരു നാടാണ് കേരളം. അതിൽ ഒരു അല്പം പോലും കുറവുണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതാണ് കേരളത്തിന്റെ സ്പിരിറ്റ്. ഇതിൽ ഒരു ചെറിയ മൈനസ്ക്യൂൾ മൈനോറിറ്റിയാണ് ഈ മോശമായ പ്രവർത്തനങ്ങളിലൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ ഒരേ നാട്ടിലെ ആൾക്കാർ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഗുഡ് ഹ്യൂമറിൽ, വളരെ നല്ല ആ വാശിയിൽ, പക്ഷേ ആരോഗ്യകരമായിട്ടുള്ള ഒരു വാശിയിൽ തന്നെ ഗെയിംസ് ഡിസ്കസ് ചെയ്യുകയും ചേരിതിരിഞ്ഞ് ചർച്ച ചെയ്യുകയും ചെയ്യുന്നതൊന്നും ഒരു തെറ്റുമില്ല. അത് കേരളത്തിന്റെ ഒരു സ്പിരിറ്റാണ്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. തുടരുമോ? ശരി. ശ്രീ ജോസഫ് ജോർജ്, നമ്മൾ സാധ്യതകളെ കുറിച്ച് പറയുകയായിരുന്നു. ഈ മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പ് മത്സരം ആകും ഇത് എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹവും പറഞ്ഞു നിർത്തുമ്പോൾ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അർജന്റീന എപ്പോഴും മെസ്സിക്ക് ചുറ്റും കളിക്കുന്നവരാണ്, മെസ്സിക്ക് വേണ്ടി കളിക്കുന്നവരാണ്. ആൽവാരസ് ആയാലും മാർട്ടിനസ് ആയാലും ഒപ്പം ഉള്ള ഏത് താരങ്ങളെടുത്താലും, ഫെർണാണ്ടസ് എടുത്താലും, ആരായാലും മെസ്സിക്ക് വേണ്ടി കളിക്കുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ മെസ്സിക്കൊരു ഗോൾ എന്നത് ഒപ്പമുള്ള താരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകുമോ? അവർ അതിനു വേണ്ടി വിയർപ്പൊഴുക്കുമോ? അതായിരിക്കുമോ അർജന്റീനിയൻ ടീമിന്റെ ഇന്നത്തെ ലക്ഷ്യം? ഒപ്പം സ്കലോണിയുടെ ഇന്നത്തെ തന്ത്രങ്ങൾ എന്താകുമെന്ന് താങ്കൾ കരുതുന്നു? കഴിഞ്ഞ കളിയിൽ പോളിനെ അവസാനമാണ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഇറക്കിയത്. അത് ഒരു തന്ത്രമായിരുന്നു. ആ രീതിയിൽ കളി മാനേജ് ചെയ്യാനും കഴിഞ്ഞിരുന്നു. എന്തായിരിക്കും ഫോർമേഷൻ, എന്തായിരിക്കും തന്ത്രം? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തില് ലിയോണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലക്ഷ്യം അർജന്റീനയ്ക്ക് കിരീടം നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ മെസ്സിക്ക് വേണ്ടി കളിക്കുന്ന ഒരു പറ്റം കളിക്കാരാണ് അർജന്റീന ടീമിലുള്ളത്. മെസ്സി എന്ന ഇതിഹാസത്തെ അവർ വാനോളം സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ പലപ്പോഴും അത് കാണാറുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജീവൻ വെടിയാൻ പോലും തയ്യാറായിട്ടുള്ള ഒരു പറ്റം കളിക്കാരാണ്. എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ബൂട്ട് ഇപ്പോൾ നിലവിൽ നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. അത് കിലിയൻ എംബാപ്പയുടെ പക്കലാണ്. അദ്ദേഹം ഇന്ന് 2 ഗോൾ + ഒരു അസിസ്റ്റ് നേടിയപ്പോൾ മിനിമം ആ ഒരു നേട്ടം ആവർത്തിച്ചാൽ മാത്രമേ മെസ്സിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഒരുപക്ഷെ അർജന്റീനയുടെ ഒരു വീഴ്ചയ്ക്ക് കാരണമായേക്കാവുന്ന ഒരു ഘടകവും അതാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം സ്പെയിൻ പോലൊരു ടീമിനെതിരെ വിജയിക്കണമെങ്കിൽ തുടക്കത്തിലെ ആക്രമിച്ച് കളിക്കണം. അവിടെ ഒരു ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റിന് വേണ്ടി പോവാതെ ടീമിന്റെ ലക്ഷ്യത്തിന് വേണ്ടി കളിച്ചാൽ മാത്രമേ അർജന്റീനയ്ക്ക് ഈ മത്സരം വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇനി മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് ഇതുവരെ ലോകകപ്പിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുവാണെങ്കിൽ ഒരുപക്ഷെ അത് സ്പെയിനിന്റെ ട്രാപ്പിൽ പെടാം. കാരണം പിന്നീട് സ്പെയിൻ അത് പ്രഡിക്റ്റബിൾ ആവും എതിരാളികളുടെ ഗെയിം. അപ്പൊ അൺപ്രഡിക്റ്റബിൾ ആക്കി സ്കലോണിക്ക് നിർത്തണമെങ്കിൽ തുടക്കം മുതൽ ആക്രമിക്കണം.
പൊതുവെ കംബാക്കിനാണ് ശ്രമിക്കുന്നത്. പക്ഷെ സ്പെയിനെ പോലെ ഒരു ടീമിനെതിരെ അത്ര എളുപ്പമല്ല. അവർ പൊസിഷൻ നിലനിർത്തും. അതുകൊണ്ട് തുടക്കത്തിലെ സ്പെയിനെ ആക്രമിക്കുക, നേരത്തെ പറഞ്ഞ പോലെ റോഡ്രിഗോ ഡീപോളിനെ ഇന്ന് ആദ്യ 11 കൊണ്ടുവരാനുള്ള നല്ലൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ അത് ഇംഗ്ലണ്ടിനെതിരെ ഒരു ടാക്ടിക്കൽ ചേഞ്ചും കൂടിയായിരുന്നു. അദ്ദേഹത്തെ ബെഞ്ചിൽ എത്തിയത് അവസാനം കൊണ്ടുവന്നു. ഇന്ന് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തുടക്കം മുതൽ മിഡ്ഫീൽഡിൽ ഓരോ പന്തിനു വേണ്ടിയും മല്ലടിച്ച പന്ത് വീണ്ടെടുത്ത് കളി തുടക്കത്തിലെ വരുതിയിലാക്കാനും ലീഡ് എടുത്താൽ എങ്ങനെ സ്പെയിൻ പ്രതികരിക്കും എന്ന് പരിശോധിക്കാനും ഒക്കെയാവും അർജന്റീന ആഗ്രഹിക്കുന്നത്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ 2016 മെസ്സിയുടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം കണ്ടതെങ്കിൽ അതിനുശേഷം ടീമിന് ആവശ്യമുണ്ടോ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ വിരമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിലും അർജന്റീനയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സി കളിക്കാൻ തയ്യാറാവും. അതുകൊണ്ട് മെസ്സി എന്ന ഇതിഹാസം എന്ന് വിരമിക്കണമെന്നും എന്ന് കളി നിർത്തുമെന്നും അദ്ദേഹം മാത്രം തീരുമാനിക്കുള്ളൂ. വേറെ ആർക്കും അതിൽ യാതൊരു പങ്കും ഉണ്ടാവില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നും മെസ്സിയുടെ കൂടെ കളിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ മെസ്സി ഇനിയും ഫുട്ബോൾ കളി തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനിയും കളിക്കണമെന്നാണ് ഓരോ ആരാധകരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീ എബിൻ റോസ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, എങ്ങനെയാണ് ഓരോ മത്സരത്തിലും അർജന്റീനയുടെ എതിരാളികളായി വരുന്ന ടീമുകൾ അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞതെന്ന് വെച്ചാൽ മെസ്സിയെ വളയുക എന്നതാണ്. അപ്പോൾ മെസ്സി അത് പൊളിച്ചുകൊണ്ട് റൈറ്റ് വിങ്ങിൽ സ്പേസ് കണ്ടെത്താനും ക്രോസും പാസും ഒക്കെ നൽകി ഗോൾ അടിപ്പിക്കാനും ശ്രമിക്കുകയായിരുന്നു. സ്വയം ഗോൾ അടിക്കുക എന്നത് മാറ്റിവെച്ച് സ്പേസ് കണ്ടെത്തി മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിച്ച് ടീമിനെ ജയിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അത് പൂട്ടാനുമുള്ള ഒരു തന്ത്രം സ്പെയിൻ ആവിഷ്കരിക്കും എന്നതാണോ താങ്കൾ കാണുന്നത്? സ്കലോണിയുടെ വളരെ അടുത്ത സുഹൃത്താണ് സ്പെയിനിന്റെ പരിശീലകനും. അപ്പോൾ തന്ത്രങ്ങൾ എങ്ങനെയൊക്കെ ആകും, പരസ്പരം മനസ്സിലാക്കാനും മറുതന്ത്രം ആവിഷ്കരിക്കാനും ഒക്കെ പറ്റുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ മെസ്സിയെ പൂട്ടാനുള്ള തന്ത്രം, സ്പെയിനിന്റെ തന്ത്രം എന്തായിരിക്കും? താങ്ക്സ് മാം. ഇപ്പോഴാണ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചത്. കാരണം നേരത്തെ ചോദിച്ച എന്തൊക്കെയോ കഥകളായിരുന്നു. എസ്പെഷ്യലി ഞാനിപ്പോ വിവേക് ഓബൻ സാറും വേണു സാറും സംസാരിക്കുന്നതായിരുന്നു. അപ്പം വേണു സാറ് സംസാരിച്ച വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റീസെന്റ് മാച്ചസിന്റെ, അതായത് നമ്മുടെ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അർജന്റീന ഡിഫൻസ് ആണ് വീക്ക് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും വേണു സാറ് പറഞ്ഞാണ് കറക്റ്റ് ആ ഒരു ഇതില്. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. നേരത്തെ ചോദിച്ചത് മെസ്സിക്ക് സ്പേസ് കൊടുക്കാതെ കളിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും സ്പെയിനിന്റെ ടാക്ടിക്സ്. സ്പെയിൻ ഫ്രാൻസുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. ബോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹാഫ് സ്പേസിൽ നിന്നുകൊണ്ട് ബോളിന്റെ ലൈനും ചാനലും ഒക്കെ അടച്ചുകൊണ്ട് 15 മുതൽ അല്ലെങ്കിൽ 10-15 സെക്കൻഡിനകത്ത് ബോൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു എന്താ റിക്കവറി, ആ ഒരു റിക്കവറി, ബോൾ റിക്കവറി ചെയ്യാനുള്ള ഒരു അതിനുശേഷം ബോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഇവിടെ മെസ്സിയെ പൂട്ടുക എന്ന് പറയുന്നത് മെസ്സിയിലേക്ക് ബോൾ എത്താതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം മെസ്സി വളരെ നടന്നു കളിക്കുകയും അതിനോടൊപ്പം തന്നെ സ്പേസിന് വേണ്ടി കാത്തിരിക്കുകയും ബോൾ കാലിൽ കിട്ടുമ്പോൾ മാത്രം കളിക്കുന്ന ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കുക്രയും ഒരു സൈഡും, നേരത്തെ കുബാർസി പറഞ്ഞു, പെഡ്രോ പോറ പറഞ്ഞു. പക്ഷെ ഇവരെയൊക്കെ നേതൃത്വം കൊടുക്കുന്ന ലപ്പോർട്ടയുടെ എക്സ്പീരിയൻസ്, ലപ്പോർട്ടയും പെഡ്രോയും തമ്മിൽ ഉള്ള ഒരു കോമ്പിനേഷൻ. റോഡ്രി, നമ്മുടെ ഇന്നത്തെ ആധുനിക ഫുട്ബോളിലെ DMF എന്ന് പറയുന്നത്, അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിലെ ഏറ്റവും മികച്ച താരം എന്ന് പറയുന്നത് റോഡ്രിയാണ്. അവരുടെ നായകൻ റോഡ്രിയുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിയിലേക്ക് ബോൾ എത്താതിരിക്കുക. ബോള് മെസ്സിയുടെ കാലിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുക്രയെ പോലുള്ള വളരെ ക്വാളിറ്റി ഉള്ള ഡിഫൻഡ്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, മെസ്സിയുടെ അത്ര തന്നെ സൈസുള്ള, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവരെ കവർ ചെയ്യാൻ സാധിക്കും. മെസ്സിക്ക് ഇന്ന് മൂവ്മെന്റ്സ്, കഴിഞ്ഞ മത്സരത്തില് ഒക്കെ മെസ്സി സെമിഫൈനലൊഴികെ മറ്റുള്ള മത്സരത്തിലൊക്കെ മെസ്സി ഇൻസൈഡ് കട്ട് ചെയ്ത് ഗോൾ സ്കോറിങ്ങിന് അവസരം പാർത്ത് ഗോൾ സ്കോർ ചെയ്യുമ്പോൾ കഴിഞ്ഞ സെമിഫൈനലാണ് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ നോളജോടുകൂടി അദ്ദേഹത്തിന്റെ ആ ഒരു എന്താണ് അദ്ദേഹം, അതായത് മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം ചിന്തിക്കുന്ന ഒരു സൂപ്പർ സോണിക് കമ്പ്യൂട്ടറായിട്ട് അയാൾ മാറി. അദ്ദേഹം ഒരിക്കലും വിങ് അങ്ങനെ യൂസ് ചെയ്ത് കളിക്കുന്ന അദ്ദേഹം റൈറ്റ് വിങ്ങിലേക്ക് മാറി ബോൾ ഡ്രിബിൾ ചെയ്ത് ഒരിക്കലും ആരും എക്സ്പെക്ട് ചെയ്യില്ല. കാരണം ഏതൊരു ടീമും അങ്ങനെ ഒരു മെസ്സി വലത് വിങ്ങിലോട്ട് മാറി ക്രോസ് ചെയ്ത് ക്ലാസിക്കലായിട്ട് അദ്ദേഹത്തിന്റെ റൈറ്റ് ഫുഡ് കൊണ്ടുള്ള ക്രോസ് ശരിക്കും ആ ലെഫ്റ്റ് കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ വിജയത്തിലേക്ക് വരുന്ന ഗോൾ. അപ്പം ആ ഒരു ഇതിൽ ചിന്തിക്കുന്ന അമാനുഷികമായ ഒരു മനുഷ്യനാണ് മെസ്സി. അപ്പൊ അതുകൊണ്ട് തന്നെ മെസ്സിയുടെ കാലുകളിലേക്ക് ബോൾ എത്താതിരിക്കാനും സ്പേസ് അടച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചാനൽ കട്ട് ചെയ്യുന്ന ഒരു റോളിലേക്ക് സ്പെയിൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ പോലെ 10-15 സെക്കൻഡിൽ ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ റിക്കവറി ചെയ്ത് പിടിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഗെയിമിലോട്ട് സ്പെയിൻ വരികയാണെങ്കിൽ ഫ്രാൻസ് സ്ട്രഗിൾ ചെയ്തപോലെ തീർച്ചയായിട്ടും അർജന്റീന സ്ട്രഗിൾ ചെയ്യും. മറുവശത്ത് ഏറ്റവും വേഗതയേറിയ അറ്റാക്കിംഗ് ആണ് സ്പെയിനുള്ള. സ്പെയിനാണ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നത്. നമ്മൾ ഇത്രയും മത്സരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സ്ലോ ബിൽഡപ്പ് ആണ് അർജന്റീന കാഴ്ചവെക്കുന്നത്. ഒരിക്കലും അർജന്റീന ഫാസ്റ്റ് ആയിട്ട് മേധാവിത്വം സ്ഥാപിക്കുന്ന ഒരു നല്ല
അവസരം കാത്തിരുന്നുകൊണ്ട് അവസാന മിനിറ്റുകളിലേക്ക് ലൊതാറോ മാർട്ടിനേസിനെയും അൽവാരസിനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കളി വേഗത കൂട്ടുന്നതല്ലാതെ അവരൊരിക്കലും കളിയുടെ തുടക്കത്തില് ആക്രമണോത്സുകമായി കളിക്കുകയോ ലീഡ് എടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ബോള് ഹോൾഡ് ചെയ്ത് മധ്യനിരയിൽ ബോൾ ഹോൾഡ് ചെയ്ത് പരമാവധി സ്ലോ ഡൗൺ ചെയ്ത് മെസ്സിക്ക് സ്പേസ് കിട്ടുന്നവരെ ബോൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് പറയുന്നത് സ്പെയിനിന് തീർച്ചയായിട്ടും റോഡ്രി എന്ന് പറയുന്ന പ്ലെയറിന്റെ ആ ഒരു ഈ ചാനൽ കട്ട് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പെയിനിന് ആധികാരികമായിട്ട് വിജയത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. ശരി, ഓക്കെ, വളരെ നന്ദി ശ്രീ എബിൻ റോസ്. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് താങ്കൾക്ക് ലീവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, താങ്കൾക്ക് പോകാം. ഇപ്പോൾ നമുക്കൊപ്പം അബിൻ വർക്കി MLA കൂടി ചേരുന്നു. ബ്രാച്ചുഗൽസിന് ഒരേ ഒരു MLA ഉള്ളൂ, അത് ആറന്മുള MLA അബിൻ വർക്കിയാണ്. ആ അബിൻ വർക്കി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അബിൻ, ഇഷ്ട ടീം ബ്രസീലാണ്, പ്രീ ക്വാർട്ടറിൽ പുറത്തായി. ഇപ്പോൾ ഫൈനലിൽ സ്പെയിൻ ഏറ്റുമുട്ടുമ്പോൾ ഏതൊരു ശരാശരി ബ്രസീൽ ആരാധകനെയും പോലെയാണോ മനസ്സ്, അതോ ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്ന പരിഗണന അർജന്റീനയ്ക്ക് നൽകുമോ? ലഹലയിലെ അർജന്റീന ടീമിന്റെ കളിയും മെസ്സി ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ കളി കാണാൻ തന്നെയാണ് വലിയ ഇഷ്ടമാണ്, താല്പര്യമാണ്. പിന്നെ സ്വാഭാവികമാണ്, ഞങ്ങള് ബ്രസീൽ ഫാൻസ് ഒക്കെ ബ്രസീൽ തോറ്റു കഴിഞ്ഞപ്പോ ഫാൻസ് എല്ലാം കൂടെ പോർച്ചുഗലിന്റെ കൂടെ പോയതാണ്. പക്ഷെ പോർച്ചുഗലും തോറ്റു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആകെ ക്ഷീണമായത്. ശരിക്കും ഒരു മികച്ച മത്സരം ഇന്ന് സ്പെയിനും അർജന്റീനയുമായിട്ടുള്ള കളിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അർജന്റീനയോടുള്ള ബ്രസീൽ കഴിഞ്ഞാൽ ഏതാണ് ടീം ഇഷ്ടമെന്ന് ചോദിച്ചാൽ അത് അർജന്റീന തന്നെ ആവാനാണ് സാധ്യത. ഓക്കെ, ഇഷ്ടം മാറ്റിവെച്ചാൽ ഈ വേൾഡ് കപ്പിലെ മത്സരങ്ങൾ വിലയിരുത്തി ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് ആർക്കാണ്? അല്ല, ഇത് ഈ പ്രാവശ്യം ഈ സ്പെയിനും അതുപോലെ തന്നെ അർജന്റീന നല്ല ഫോമിലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ അവരൊരു 75 മിനിറ്റിന് ശേഷം അവർ നടത്തിയ ആക്രമണോത്സുകമായ കളി, അത് എല്ലാ കളികളും, അത് ഈജിപ്തിനെതിരായിക്കോട്ടെ, അവസാനം സെമിയില് ഇംഗ്ലണ്ടിനെതിരായിക്കൊള്ളട്ടെ, വളരെ മികച്ച മുന്നേറ്റമാണ് നടത്തിയത്. അവസാന നിമിഷങ്ങളിലൊക്കെ തന്നെ മെസ്സിയുടെയൊക്കെ പാസ് വളരെ കൃത്യമായി, വളരെ പിൻ പോയിന്റ് പാസ് ആയിരുന്നു. അത് കൃത്യമായി അവർക്ക് ഗോൾ വലയിൽ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അർജന്റീനയുടെ കളി വളരെ മികച്ചതാണ്. ഈ പ്രാവശ്യം ഒരു നല്ല ഫോമിൽ തന്നെയാണ്. സ്പെയിനും മറ്റൊന്നല്ല, കാരണം സ്പെയിനിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിലും വളരെ കൃത്യമായിരുന്നു. അവര് പാസുകളൊക്കെ വളരെ നന്നായി പാസുകൾ ഇടുകയും അതുപോലെ തന്നെ അവരുടെ മത്സരങ്ങൾ അത് വളരെ നന്നായി പോയി എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇരു ടീമുകളും അത് തുല്യ ശക്തരാണ് ഫൈനലിൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പിന്നെ ആരാധകർ കൂടുതൽ അർജന്റീനയ്ക്കായത് കാരണം ഒരു ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ അർജന്റീനയ്ക്കായിരിക്കും കൂടുതൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അബിൻ വർക്കിയും മുത്തൂറ്റ് ഹോസ്പിറ്റൽസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന MLA ഫാൻസ് പാർക്ക് ലൈവ് സ്ട്രീമിംഗ് അല്ലേ, വലിയ ആവേശകരമാവുകയാണല്ലോ. ചെറുപ്പക്കാരിലേക്ക് എത്താനുള്ളൊരു കുറുക്കു വഴിയാണോ MLAക്ക് വേൾഡ് കപ്പ്? എങ്ങനെയല്ല, ഞങ്ങള് ഫുട്ബോൾ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് മീഡിയ ടീമും അതുപോലെ തന്നെ MLA ടീമും തമ്മിൽ കളിച്ചിരുന്നല്ലോ. കുറുക്കുവഴിയൊന്നും അല്ലായിരുന്നല്ലോ. നമ്മള് ഒരു മത്സരം നടക്കുവാണ്, ഒരു വേൾഡ് കപ്പ് നടക്കുവാണ്. പിന്നെ പ്രത്യേകമായിട്ട് ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ഒരുപാട് ഫുട്ബോൾ പ്രേമികളുള്ള നാടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലൈവ് സ്ട്രീമിംഗ്, അതും പത്തനംതിട്ട ഏറ്റവും സെന്റർ ആയിട്ടുള്ള ടൗൺ സ്ക്വയറിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇന്നിപ്പോ അതിന്റെ പ്രത്യേകത, ഇന്ന് നമുക്കൊരു മ്യൂസിക്കൽ നൈറ്റ് ഒക്കെ ഉണ്ട്. അത് പ്രധാനമായും നമ്മൾ ഓപ്പറേഷൻ തൂഫാനും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അത് നടക്കുന്നത്. എക്സൈസ് വകുപ്പിന്റെ 2 പ്രൊജക്ട്, അത് ഓപ്പറേഷൻ തണ്ടറും അതുപോലെ തന്നെ മയങ്ങില കേരളവും. അപ്പൊ അവരുടെ ഉദ്യോഗസ്ഥരും ഇന്ന് കാണും. അപ്പൊ അവരുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടി ഉൾപ്പെടെയുള്ള ഒരു മ്യൂസിക്കൽ നൈറ്റ് ആണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു സ്പോൺസേഴ്സ് ആയിട്ട് നിൽക്കുന്നത് മുത്തൂറ്റ് ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ അങ്ങനെ വളരെ നന്നായി. കഴിഞ്ഞ കളിയിലൊക്കെ വലിയ ആവേശത്തോടുകൂടി ആയിരക്കണക്കിന് യുവതിയുവാക്കൾ കടന്നു വന്നിരുന്നു. അത് പ്രത്യേകിച്ച് യുവതികളും ഒക്കെ ഞങ്ങളുടെ അവിടെ ഈ ഫുട്ബോൾ കളി കാണാൻ വരുന്നുണ്ട്. അപ്പൊ വളരെ സന്തോഷമാണ്. എല്ലാവരും കൂടെ ഇരുന്ന് കളി കാണുമ്പോൾ ഉള്ള ഒരു ആവേശം അത് ചെറുതല്ല. അപ്പൊ ആവേശം എല്ലാവരിലേക്കും പകരാൻ വേണ്ടി ഒരു MLA എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം അത് ചെയ്തു തന്നേ ഉള്ളൂ. എന്തായാലേ MLA ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നടത്തി ആളെ കൂട്ടുന്നു. അവിടെ അർജന്റീന സെമിയിൽ ത്രസിപ്പിക്കുന്ന ജയം നേടുന്നു. ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അബിനെ കണ്ടു. നെഞ്ചിൽ യഥാർത്ഥത്തിൽ തീയായിരുന്നു ബ്രസീൽ ആരാധകർ. ബ്രസീൽ ഫാന്റെ നെഞ്ചിൽ കുത്തരുത് എങ്കിൽ പോലും പറയുകയാണ്. അല്ല, അർജന്റീനയുടെ വളരെ മികച്ച ഫോമിലായിരുന്നു അർജന്റീന ആ കളി. കാരണം അത് കളി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ. കാരണം ആ ഒരു സെക്കൻഡ് ഹാഫില് ബോള് ഫുൾ ടൈം അർജന്റീനയുടെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പൊ അവർ വളരെ നന്നായി അറ്റാക്കിംഗ് മോഡിലായിരുന്നു. അപ്പൊ ഏത് നിമിഷവും ഗോൾ വീഴാമെന്നുള്ളത് അവരുടെ ആ സെക്കൻഡ് ഹാഫ് കണ്ടാൽ അറിയാമായിരുന്നു. അപ്പൊ ആ ഫസ്റ്റ് ഗോള്
വീണപ്പോ തന്നെ മറ്റവരുടെ കോൺഫിഡൻസ് വല്ലാതെ കുറഞ്ഞു പോയി. അപ്പൊ പെട്ടെന്ന് സെക്കൻഡ് ഗോളും ഉണ്ടായി. അപ്പൊ അതിൽ ഒരു ഗോളിന്റെ ഇടയ്ക്കാണ് എന്റെ ഒരു വീഡിയോ, അത് എന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായി പോയ ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ ഗോൾ അടിക്കാൻ സമയത്ത് നമ്മുടെ അർജന്റീന ഫാൻസ് ഒക്കെ വളരെ ആവേശപൂർവ്വം നിൽക്കുമ്പോ ആ ഗോൾ അടിച്ച മൊമെന്റിലുള്ള ആ മൊമെന്റ് നന്നായി ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതിനകത്താണ് എല്ലാവരും കണ്ടത്. പക്ഷെ അങ്ങനെയല്ല, ബ്രസീൽ കഴിഞ്ഞ ഏതാണ് ടീം എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അർജന്റീനയെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ആര് ജയിക്കണമെന്ന് ചോദിച്ചാൽ അതിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓ, മാന്യനായ ബ്രസീൽ ആരാധകനാണ്. ഈ ബ്രസീൽ കളിക്കാരൊക്കെ, ബ്രസീലിന്റെ ആരാധകരൊക്കെ, അല്ല കളിക്കാരൊക്കെ മെസ്സിയുടെ സുഹൃത്തുക്കളാണ്, അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. നിങ്ങൾ ഈ കേരളത്തിലെ ബ്രസീൽ ആരാധകർക്ക് പക്ഷെ മെസ്സിയോട് എന്താണ് ഇത്ര കലിപ്പ്? അങ്ങനെ കലിപ്പുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മെസ്സി, ഞാനൊരു ബ്രസീൽ ആരാധകനാണല്ലോ. ഞാൻ ഇപ്പൊ ഒന്നല്ല, ഞങ്ങൾ കൊല്ലങ്ങളായി ഏത് വേൾഡ് കപ്പ് വന്നാലും ബ്രസീലിന് വേണ്ടി ജേഴ്സി അടിക്കുകയും ബ്രസീലിന്റെ പരിപാടി നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. പണ്ടോട്ടെ എങ്ങനെയാണ്. പക്ഷേ മെസ്സിയോട് അങ്ങനെ ഒരു കലിപ്പുമില്ല. മെസ്സിയും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും. എന്റെ പേഴ്സണൽ ചോയ്സിൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറുമാണ്. 3 കളിക്കാരെ ആരാണ് ഏറ്റവും ഇഷ്ടമുള്ളവർ ചോദിച്ചാൽ അവര് തന്നെയാണ്. അങ്ങനെ ബ്രസീൽ ഫാൻസിന് അങ്ങനെ കലിപ്പൊന്നുമില്ല. പിന്നെ സ്വാഭാവികമാണല്ലോ, ഞങ്ങൾ ബ്രസീൽ തോറ്റു കഴിഞ്ഞപ്പോ അർജന്റീനക്കാരൊക്കെ ഞങ്ങളെ കുറെ കളിയാക്കിയിരുന്നു. അപ്പൊ അതിന്റെ ഒരു തിരിച്ചുള്ള ഒരു റിട്ടാലിയേഷൻ ആയി കഴിഞ്ഞാൽ കേൾക്കാനാട്ടോ. അഭിന് ഈ ഇട്ടിരിക്കുന്ന ഡ്രസ് ഉണ്ടല്ലോ, മഞ്ഞ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മഞ്ഞയും ചുവപ്പും കലർന്ന കളറാണ്. ഇത് ഞാനിപ്പോ നമ്മുടെ വള്ളസദ്യ കഴിഞ്ഞിട്ട്, ആറന്മുള വള്ളസദ്യ ആയിരുന്നു. വള്ളസദ്യ കഴിഞ്ഞിട്ട് അങ്ങ് വന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഫുൾ ഡേ പരിപാടിയായിരുന്നു. അപ്പൊ ഇന്ന് രാത്രി പോകുമ്പോ മഞ്ഞയിട്ട് തന്നെ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ശരിയാ, തിരക്കുണ്ടെന്ന് അറിയാം. പുതിയ ആ പരിപാടിയൊക്കെ ഉണ്ട്. അബിൻ, പ്രവചനം എങ്ങനെയാണ്? സ്കോർ കാർഡ് എങ്ങനെയാകും? എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഹാഫ് തുല്യം വരാനാണ് സാധ്യത. സെക്കൻഡ് ഹാഫിലെ ഒരു അറ്റാക്കിങ് അനുസരിച്ചിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ കളികളെ പോലെ ഈ ആദ്യം അർജന്റീനയുടെ ഓപ്പോസിറ്റ് ടീം, ഇപ്പൊ ഈജിപ്തിനെതിരെയുള്ള കളിയായാലും കഴിഞ്ഞ സെമിയൊക്കെ ആണെങ്കിലും ഓപ്പോസിറ്റ് ടീം ആദ്യം ഗോൾ അടിക്കും. പിന്നെ അവസാന ഘട്ടത്തിലാണ് അർജന്റീന തിരിച്ചു ഗോൾ അടിക്കാറുള്ളത്. പക്ഷെ സ്പെയിനിനെതിരെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യം അർജന്റീന ലീഡ് ചെയ്തില്ലെങ്കിൽ, അങ്ങനെ തന്നെ പറഞ്ഞു കോട്സിനുള്ളിൽ, ആദ്യം അർജന്റീന ലീഡ് ചെയ്തില്ലെങ്കിൽ സ്പെയിനാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ സ്പെയിൻ തന്നെ കപ്പ് കൊണ്ടുപോകാനാണ് സാധ്യത. ഇനി അതല്ല, ആദ്യം അർജന്റീനയാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ അർജന്റീന കപ്പ് കൊടുക്കും. ആദ്യം ലീഡ് ആര് ചെയ്യണം എന്നതിനനുസരിച്ചായിരിക്കും റിസൾട്ട്. എന്റെ ഒരു പ്രവചനമാണ്. ഞാൻ അത്ര വലിയൊരു സ്പോർട്സ് വിദഗ്ധനോ നിരൂപകനോ ഒന്നുമല്ല. ഏതെങ്കിലും ഒരു ചെറിയ പ്രവചനം, കൃത്യമായ ഒരു പ്രവചനത്തിനില്ല. ഇല്ല, ആദ്യം ലീഡ് ചെയ്യുന്ന ആരാണോ അവരായിരിക്കും കപ്പ് കൊണ്ടുപോകാൻ സാധ്യത. കാരണം കഴിഞ്ഞ കളികളെ പോലെ ഈ അർജന്റീന ലാസ്റ്റ് ലാപ്പിൽ വരുമ്പോൾ തിരിച്ചടിക്കാൻ നേരത്ത് ഉള്ള ഒരു ഡിഫൻസ് ഉണ്ട്. ഈ സ്പെയിന്റെ ഡിഫൻസ് നല്ല ഡിഫൻസ് ആണ്, നല്ല പാസ്സാണ് അവരുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫൻസിൽ നല്ല ശക്തി ഉള്ളത് കൊണ്ട് ഈ ലാസ്റ്റ് മൊമെന്റിൽ അങ്ങനെ അടിച്ചു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഫസ്റ്റ് ആരാണോ ലീഡ് ചെയ്യുന്നത്, അർജന്റീന ആണെങ്കിൽ അർജന്റീന കപ്പടിക്കും, സ്പെയിൻ ആണെങ്കിൽ സ്പെയിൻ കപ്പടിക്കും. അതാണ് എന്റെ പ്രഡിക്ഷൻ. ശരി, എന്തായാലും ഒരുപാട് ടഫായ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ അബിൻ വന്നിട്ടുണ്ട്. ആ അബിൻ അതേപോലെ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനാണ്. ഒരു നേരിട്ടുള്ളൊരു മറുപടി പറയാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വളരെ നന്ദി അബിൻ ഞങ്ങളോട് സഹകരിച്ചതിന്. വിവേക്, നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയവുമാകുന്നു. ഇന്ന് കപ്പെടുത്താൽ തുടർച്ചയായി കപ്പെടുക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന ഒരു റെക്കോർഡ് മെസ്സിയെ കാത്തിരിക്കുകയാണ്. പിന്നെ ഗോൾഡൻ ബൂട്ട് നോക്കിയാൽ ഇന്നലത്തെ റിഗ്ഡ് മാച്ച് ഇല്ലേ, റിഗ്ഡ് ആണോ എന്ന് സംശയിക്കണോ? ഇന്നലെ 10 ഗോൾ പിറന്ന കളിയിലൂടെ അത് എംബാപ്പെ തന്നെ കൊണ്ടുപോകുന്നതാണ്. എന്താണ് അവസാന പ്രഡിക്ഷൻ? സ്കോർ എങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു? ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3-1 എന്നുള്ള നിലയിൽ അർജന്റീന വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രഡിക്ഷൻ. മാത്രമല്ല ഈ ഒരു മാച്ച്, ഈ ഒരു ഫൈനല് വളരെ നിർണായകമായിട്ടുള്ളൊരു മാച്ചാണത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊരു ചെറിയ ടാക്ടിക്കൽ എറർ മതി ഒരു ടീം ഈ ഒരു ഫൈനലിൽ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം 2 ടീമും ഏകദേശം വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഈ മെസ്സിയുടെ അസിസ്റ്റോട് കൂടി ഗോൾ സ്കോർ ചെയ്യുന്ന ടീം അംഗങ്ങളാണ് നമുക്ക് അർജന്റീനയ്ക്കുള്ളത്, എൻസോ അടക്കമുള്ള ആൾക്കാർ. അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും അതുപോലെ ഭയങ്കര ഡിഫെൻസീവ്, അതായത് ഡിഫെൻസ് അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ് സ്പെയിൻ എന്നുള്ളത്. കാരണം അവർ ഇപ്പോൾ പറഞ്ഞാൽ ഒരു ഗോൾ മാത്രമാണ് ഈ ടൂർണമെന്റിൽ വഴങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ഡിഫെൻസ് സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അപ്പം തീർച്ചയായിട്ടും എന്നിട്ടും
3 പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും 3 പ്രതീക്ഷിക്കും. കാരണം അതിനേക്കാളും വളരെ അറ്റാക്കിംഗ് ആയിട്ടായിരിക്കും. ഞാൻ എന്റെ ഒരു എനിക്ക് തോന്നുന്നത് മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടാനുള്ള ഹാട്രിക്കും കൂടെ ചേർത്താണോ ഈ 3ന്റെ പ്രഡിക്ഷൻ? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ മാത്രമല്ല നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തായിരിക്കും സ്കലോണി ചിന്തിച്ച് ആ ഒരു ടീം ഫോർമേഷനും സന്തോഷം വിവേക്. ഞാൻ ജോസഫ് ജോർജ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു പ്രഡിക്ഷൻ പറയാമോ? പ്രഡിക്ഷൻ ഉണ്ടോ? എങ്ങനെയാണ് താങ്കൾ ഒരു സ്കോർ കാർഡ് പ്രതീക്ഷിക്കുന്നത്? പ്രഡിക്ഷൻ ഉണ്ടോന്ന്, ഞാൻ ഒരു സ്കോർ കാർഡ് പ്രഡിക്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. കേൾക്കാൻ സാധിക്കുന്നില്ല കേട്ടോ. ശരി ഓക്കെ, എന്തോ സാങ്കേതിക പ്രശ്നമാണെന്ന് വേണമെങ്കിൽ ഊഹിച്ചൊരു ഉത്തരം പറയാം. പറഞ്ഞോ അത് തന്നെ. ഓക്കെ, അപ്പൊ ഈ മത്സരത്തില് അർജന്റീനയും സ്കലോണിയും എല്ലാവരെയും ഞെട്ടിക്കും. പൊതുവെ ഒരു കംബാക്കിങ്സ് ആണെങ്കിലും സ്പെയിനിന് ലീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവര് പന്തും തിരിച്ചു കൊടുക്കില്ല, ലീഡ് നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അർജന്റീന തുടക്കത്തിലെ ആക്രമിച്ച് ലീഡ് നേടുകയും അങ്ങനെയാണെങ്കിൽ അവർ വിജയിക്കാനുമാണ് സാധ്യത. പക്ഷെ അതിനിടയിൽ പൊസഷൻ നഷ്ടപ്പെടാതെ നോക്കണം എന്നുള്ള ഉത്തരവാദിത്തമാണ് സ്പെയിനുള്ളത്. സ്പെയിന് പൊസഷൻ ഡൊമിനേറ്റ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവരുടെ ട്രാൻസിഷൻ വളരെ ക്യുക്കാണ്, ഹൈബ്രിഡ് ശൈലിയാണ്, പെട്ടെന്ന് ഗോളടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെയിന്റെ പൊസഷൻ ഡൊമിനേറ്റ് ചെയ്യാൻ അനുവദിക്കാതെ തുടക്കത്തിലെ അർജന്റീന ലീഡ് എടുക്കുക എന്നുള്ളതാവും അവരുടെ വിജയ രഹസ്യം. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളാവണം നടപ്പിലാക്കേണ്ടതും. ശരി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. ഇനി അങ്ങോട്ട് സമയം പോകാനും വലിയ ബുദ്ധിമുട്ടാകും. എന്തായാലും സംസാരിച്ചു തുടങ്ങുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ എല്ലാവരും ഒന്നായി കാത്തിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഫലം എന്തെന്ന്. നാളെ സ്കൂളിൽ പോകേണ്ട, അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇന്നത്തെ മത്സരം കാണാൻ പറ്റും. നമ്മളുടെ പ്രൈം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിനുശേഷവും വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പരിപാടികൾ ന്യൂസ് 18 തുടരും. അപ്പോൾ ആ വൈബ് ഇങ്ങനെ തുടരുക. 12:30 വരെ, കളി തുടങ്ങും വരെ ന്യൂസ് 18 പ്രൈം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, നമസ്കാരം.